1956 ഐക്യകേരളം രൂപീകരിക്കപ്പെട്ട കാലം തൊട്ട് ഈ മണ്ണിനു വേണ്ടി പോരാടിയിട്ടുള്ള അനേകായിരം മനുഷ്യരുണ്ട്. ആ മനുഷ്യർ എല്ലാ കാലത്തും അവകാശങ്ങൾ നേടിയെടുത്തത് സമരങ്ങളിലൂടെയാണ്. സമരം ചെയ്ത് നേടിയതല്ലാതെ ഈ മണ്ണിൽ മറ്റൊന്നുമില്ലെന്ന് എനിക്കും നിങ്ങൾക്കും ഈ കൂടിയിരിക്കുന്ന ആബാലവൃദ്ധം ജനതകൾക്കും അറിയുന്ന കാര്യമാണ്. സമരം ചെയ്ത് നേടിയ സ്വാതന്ത്ര്യം, സമരം ചെയ്ത് നേടിയ വിദ്യാഭ്യാസം, സമരം ചെയ്ത് നേടിയ മണ്ണ്, സമരം ചെയ്ത് നേടിയ സ്വാതന്ത്ര്യം, അങ്ങനെ നമുക്ക് ഇന്ന് നമ്മുടേതെന്ന് പറയാൻ നമ്മുടെ കയ്യിലുള്ളതെല്ലാം നാം സമരം ചെയ്ത് നേടിയതാണ്. അങ്ങനെ സമരം ചെയ്ത് നേടിയതെല്ലാം കോടാനുകോടി വരുന്ന മനുഷ്യരുടെ രക്തസാക്ഷിത്വ ബോധങ്ങളിൽ നിന്ന് ഉയർന്നു വന്നതാണ്. ആ രക്തസാക്ഷിത്വ ബോധങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന സ്വാതന്ത്ര്യത്തിന്റെയും അടിസ്ഥാനപരമായ വർഗത്തിന്റെ നിതാന്തമായ പോരാട്ടത്തിന്റെയും മുന്നണി പോരാളികളായി അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഈ നാട്ടിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം സംഘടിപ്പിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ സർവകലാശാലകൾ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവയെല്ലാം രൂപീകരിക്കപ്പെട്ടതിന്റെ ചരിത്രവും അങ്ങനെയുള്ളതാണ്. കേരള സർവകലാശാലയാവട്ടെ, MG സർവകലാശാലയാവട്ടെ, കാലിക്കറ്റും കണ്ണൂരും കുസാറ്റും മെഡിക്കൽ സർവകലാശാല ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളും ഇതാ നമുക്ക് മുന്നേ നടന്നുപോയ 1000 വിദ്യാർത്ഥികളെ സമരം ചെയ്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യബോധത്തിന്മേൽ പടുത്തുയർത്തിയതാണ്. ഈ നാട്ടിലെ എല്ലാ തൊഴിലാളികളുടെയും നികുതി പണത്തിൽ നിന്ന് കെട്ടിയുയർത്തിയതാണ് എല്ലാവരുടെയും വിദ്യാഭ്യാസ ബോധം. ഈ നാട്ടിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മലയാളിയുടെയും വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും അവകാശമാണ് അവന്റെ വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം ആഴ്ചയിൽ 2 ദിവസം മാത്രം സർവകലാശാലയിലേക്ക് കടന്നു വന്ന VC-മാർക്കോ, സർവകലാശാലയിൽ രാജ്യദ്രോഹപരമായിട്ടുള്ള സംഘപരിവാർ വിരുദ്ധമായ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികളെ പുറത്താക്കുമെന്ന് ഉത്തരവിറക്കുന്ന VC-മാർക്കോ, ഈ നാട്ടിൽ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ, RSSന്റെ കേന്ദ്രമാക്കാൻ, അവരുടെ രൂപമാക്കാൻ, അവരുടെ ആസ്ഥാനമാക്കാൻ, അവരുടെ ശാഖകളാക്കാൻ ശ്രമിക്കുമ്പോൾ അവയ്ക്കെതിരെ സ്വാഭാവികമായ സമരം ഉയരും. ആ സമരത്തിന്റെ ഭാഗമായി ഉയർന്നു വന്നതാണ് നമ്മളുടെ ബോധം. ആ ബോധത്തെ ഈ നാട്ടിലെ ഓരോ വിദ്യാർത്ഥിയും ഏറ്റെടുത്തതാണ്.